നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അർജന്റീന കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായതും അതുപോലെ സ്പെയിന് യൂറോ കപ്പ് ചാമ്പ്യന്മാരായതും കണ്ടപ്പോൾ മുതൽ ആരാധകർ കാത്തിരിക്കുന്ന മത്സരമാണ് ഫൈനലിസിമ പോരാട്ടം. കോൺമബോൾ ജേതാക്കളും യൂറോപ്യൻ ജേതാക്കളും തമ്മിലുള്ള പോരാട്ടം. കഴിഞ്ഞ തവണ അത് നടന്നു. 2021 വേൾഡ് കപ്പിന് മുമ്പ് അത് നടന്നിട്ട് അർജന്റീന കിരീടം ചൂടിയിരുന്നു, ഇറ്റലിയെ തോൽപ്പിച്ചിരുന്നു. വീണ്ടും 2026 വേൾഡ് കപ്പിന് മുമ്പ് ഫൈനലിസിമ എപ്പോൾ നടക്കുമെന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കിയിരുന്നത്. ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഗാസ്റ്റ് നെഡൂലിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു. TYC സ്പോർട്സിൻ്റെ ഗാസ്റ്റ് നെഡൂലി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കോൺമബോളും യുവേഫയും ഫൈനലിസിമ നടത്താനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. എവിടെ നടത്തണം, എപ്പോൾ നടത്തണം, ഈ കാര്യത്തിലാണ് ഇനി തീരുമാനം വരേണ്ടത്. ഫിഫ കോൺഗ്രസ് പരാഗ്വേയിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് സൗത്ത് അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ ഫുട്ബോൾ ലീഡേഴ്സ് തമ്മിൽ കണ്ടുമുട്ടി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയിരിക്കുന്നത്. കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ഫൈനലിസിമ എവിടെ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ മീറ്റിംഗ് നടത്തിയത് എന്ന് കൃത്യമായിട്ട് ഗാസ്റ്റ് നെഡൂലി റിപ്പോർട്ട് ചെയ്തു. അതിൽ അവർ പ്രധാനമായിട്ടും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. വെന്യൂ സൗത്ത് അമേരിക്കയിലായിരിക്കില്ല, ഒന്നുകിൽ യൂറോപ്പിൽ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. രണ്ടൊരിടത്ത് വെച്ചിട്ടായിരിക്കും ഫൈനലിസിമ നടക്കുന്നത്. പിന്നെ 2025 നടത്താൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. അതിന് വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജൂണിലും അതുപോലെ സെപ്റ്റംബറിലുമായിട്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കാനുണ്ട്. അതേസമയം തന്നെ സ്പെയിനിന് നേഷൻസ് ലീഗിൻ്റെ ഫൈനൽ 4 കളിക്കാനുണ്ട്. പിന്നെ വേൾഡ് കപ്പ് ക്വാളിഫയറും കളിക്കാനുണ്ട്. സെപ്റ്റംബർ ടു നവംബർ അവർക്ക് വേൾഡ് കപ്പ് ക്വാളിഫയർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അർജന്റീനയ്ക്ക് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാനുള്ള സമയമുണ്ട്. എങ്കിൽ പോലും ഈ ഫൈനലിസിമ നടത്താൻ പറ്റില്ല. കാരണം സ്പെയിനിന് ആ സമയത്ത് വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗിവൺ ദിസ് സെനാരിയോ മോസ്റ്റ് പോപ്പുലർ ഓൾട്ടർനേറ്റീവ് ഈസ് മാർച്ച് 2026. മാർച്ച് 2026 ഈ ഫൈനലിസിമ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ സാധ്യമായ ഡേറ്റായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ അതിനി 2 ടീമിൻ്റെയും കോച്ചിങ് സ്റ്റാഫിൻ്റെ അപ്രൂവൽ കൂടി ലഭിക്കണം. കാരണം വേൾഡ് കപ്പിന് തൊട്ടരികിലാണ്. അപ്പോൾ ഈ സമയത്ത് ഇത്തരമൊരു കളി നടത്തുക എന്നുള്ളത് അവരുടെ കോച്ചിങ് പ്ലാനിലുണ്ടോ എന്നത് ലയണൽ സ്കലോനിയും ലൂയിസ് ഡി ലാ ഫ്യൂണ്ടയുമാണ് തീരുമാനിക്കേണ്ടത്. അവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് മാർച്ച് എന്നുള്ള ഡേറ്റ് ഉറപ്പിക്കാനാണ് സാധ്യത എന്ന് ഗാസ്റ്റ് നെഡൂലി റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.